ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നേക്കുന്നത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയുടെ കൂടെ ഇഡലിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന തേങ്ങയില്ലാതെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ചട്നിയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവർക്കും പെട്ടെന്ന് തന്നെ രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്നതാണ്. അപ്പം നമുക്ക് അധികം താമസിപ്പിക്കേണ്ട നമ്മുടെ ചട്നി എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പം നമ്മുടെ ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചൂടായിട്ടുള്ള പാനിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് വേണ്ടുന്നത് ചെറിയ ഉള്ളിയാണ്. ഒരു 10 കഷ്ണം ചെറിയ ഉള്ളി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഞാനൊരു 3 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു ചെറിയ സവാള ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് വേണ്ടുന്നത് മല്ലിയിലയാണ്. എൻ്റെ കയ്യിലുള്ളത് ചെറിയ മല്ലിയിലയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ തണ്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് മൂത്ത ഇലയാണെങ്കിൽ തണ്ട് മാറ്റിയിട്ട് ഇല മാത്രം ഇട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം നമുക്ക് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരുന്നിടം വരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. അധികം ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മാത്രം മതിയാകും. അപ്പം ഏകദേശം ഈ പരുവാകുമ്പോൾ നമുക്കിതിലോട്ട് പൊട്ടുകടലയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് പൊട്ടുകടലയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പൊട്ടുകടലയൊക്കെ നന്നായിട്ടൊന്ന് റോസ്റ്റായി കിട്ടുന്നിടം വരെ നമുക്ക് ഒരു 1-2 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാവേ. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു കറക്റ്റ് പരുവായിട്ടുണ്ട്. ഞാനൊരു 1-2 മിനിറ്റൊക്കെ നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ആഡ് ചെയ്ത ഉള്ളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതെല്ലാം തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പം നമ്മുടെ പൊട്ടുകടല, സവാള, ചെറിയ ഉള്ളി മിക്സൊക്കെ നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ചെറിയൊരു കഷ്ണം പുളിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ആദ്യം ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. അതിനുശേഷം നമുക്കിത് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇത് നല്ല കുഴമ്പ് പോലെ നമുക്കിത് അരച്ചെടുക്കണം. അപ്പം ഞാൻ കുറച്ച് ഏകദേശം ഞാനൊരു 1 ഗ്ലാസ് വെള്ളം ചേർത്ത് നന്നായിട്ടിത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അരച്ചെടുത്ത മിക്സ് ഞാൻ സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് നമുക്ക് കടുക് താളിക്കാം. അപ്പോൾ കടുകും ചെറിയ ഉള്ളിയൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുകൊക്കെ നന്നായിട്ട് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് വറ്റൽമുളകും ഇട്ട് കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം മൂത്ത് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ച മിക്സ് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാവേ. ഈ സമയത്ത് തന്നെ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ മറ്റേ നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം നമ്മുടെ കടുക് വറുത്തതൊക്കെ റെഡി ആയിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ പൊട്ടുകടലയുടെ മിക്സ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിനകത്തിലോട്ട് എത്ര വെള്ളം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇത് അധികം നേരം ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല. ഇത് പെട്ടെന്ന് തന്നെ കുറുകി പെട്ടെന്ന് കട്ടിയായി പോകുന്നതാണ്. അതുകൊണ്ട് നമുക്ക് എത്ര വേണമെങ്കിലും ചാറ് ആക്കിയെടുക്കാം എന്നുള്ളതാണ് ഈ കറിയുടെ ഒരു പ്രത്യേകത. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറ് കഴുകി ആ വെള്ളം കൂടി ഇതിനകത്തിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 1/2 മിനിറ്റ് മാത്രമാണ് ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. നമ്മളിത് ഓൾറെഡി റോസ്റ്റ് ചെയ്തതായതുകൊണ്ട് ഇനി നമ്മളിത് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഫ്ലെയിം ഒരുപാട് നേരം വെച്ചുകൊണ്ടിരുന്നാൽ ഇത് പെട്ടെന്ന് കട്ടിയായി പോകും. അതുകൊണ്ട് ഞാനിത് ഫ്ലെയിം ഇപ്പോൾ ഓഫ് ചെയ്യുവാണ്. അപ്പം ഇത്രയേ ഉള്ളൂ, നമ്മുടെ കറി ഇവിടെ റെഡിയാണ്. വളരെ ഈസിയാണ്. ഉപ്പൊക്കെ കറക്റ്റായിരുന്നു. അപ്പം രാവിലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമുക്ക് രാവിലെ തേങ്ങ ചിരകാനോ തേങ്ങ അരയ്ക്കാനോ ഒന്നും പോകേണ്ട ആവശ്യമില്ല. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള ചട്നിയുടെ റെസിപ്പിയാണിത്. നമുക്ക് ഇഡലിയുടെ കൂടെയോ ദോശയുടെ കൂടെയൊക്കെ സ്വാദിഷ്ടമായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുത്. നമുക്ക് വീണ്ടും പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.